ഹായ് ഗെയ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരാളെ വീഡിയോ കണ്ടപ്പോൾ നമ്മളെ ദിയാകൃഷ്ണൻ്റെ ജ്വല്ലറി പർച്ചേസ് ചെയ്തിട്ട് ഭയങ്കര എന്താ വെച്ചാൽ ഡാമേജ് ആയ പീസ് കൊടുത്തിട്ടൊരു വീഡിയോ കണ്ടപ്പോൾ അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ, കാരണം കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ മിനിമം നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം അല്ലാതെ പക്ക ലോ ക്ലാസ് ഐറ്റംസ് ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അവര് എത്ര 5000 രൂപയ്ക്ക് ഒരു ഐറ്റം വാങ്ങി സാധനം പർച്ചേസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഒരു മാലുണ്ട് ഭയങ്കര മോശമായത്. ബാക്കിയൊന്നും കുഴപ്പമില്ല, എന്നാലും ആ റേഞ്ചിന് ഇല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ ബാക്കി ഒരു മാല കണ്ടപ്പം ഒരു കോയിൻ ടൈപ്പ് മാല, അതിലൊക്കെ ഫുൾ ഡാമേജ് അപ്പോൾ ഇത്രയും 1299 1300 റേഞ്ച് കൊടുത്തിട്ട് വാങ്ങുന്ന സാധനമായിരുന്നു. അപ്പോൾ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന സാധനത്തിൻ്റെ ഒരു മിനിമം ക്വാളിറ്റി വേണ്ടേ? അതില്ല. അപ്പോൾ മിനിമം ക്വാളിറ്റി വേണ്ടേ? ചിലപ്പോൾ 1-2 വാഷിങ്ങിന് ചിലപ്പോൾ കളർ ഫെയ്ഡ് ഉണ്ടായിരിക്കും, അത് കുഴപ്പമില്ല. പക്ഷെ കിട്ടുന്ന സമയത്ത് നമുക്ക് കളർ ഫെയ്ഡ് ആയ സാധനം നെളിങ്ങിയതും പിളിങ്ങിയതും കിട്ടുകയെന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കടമില്ല. അപ്പോൾ നമുക്ക് ഉള്ളതിൽ എനിക്ക് ആകെ കൂടെ എനിക്ക് കണ്ടിട്ടൊരു സമാധാനം തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാണ് എൻ്റെ ഹൃദയം നുറുക്കി കളഞ്ഞത്. 1300 റുപ്പീസ് ആണ് ഇതിൻ്റെ പ്രൈസ്. 1300 രൂപയ്ക്ക് നമ്മളൊരു സാധനം മേടിച്ചിട്ട് കയ്യിൽ കിട്ടിയിട്ട് ഈ ഒരവസ്ഥ അതെനിക്കിഷ്ടപ്പെട്ടില്ല. കാരണം ഇത് കണ്ടോ, ഈ ഒരു സാധനത്തിൻ്റെ നമുക്കൊരു ഫംഗ്ഷന് 1300 രൂപയ്ക്ക് ഇത് മേടിച്ചിട്ട് ഒരു ഫംഗ്ഷന് ഞാനിത് യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിത് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. കാരണം അവിടെ ഇവിടെയൊക്കെ ഞളങ്ങി പളങ്ങി ഇതേ കണ്ടോ, ഇതൊക്കെ ഇവിടെയൊക്കെ കളറൊക്കെ പോയിരിക്കുക. ഈ ഭാഗത്ത് ഇതിങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള കാരണം. പക്ഷേ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൃഷ്ണനോട് എനിക്ക് പറയാല്ലേ, ജസ്റ്റ് നമ്മൾ ഒരു കസ്റ്റമൈസ്ഡ് സാധനം കൊറിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ബാക്കി എല്ലാവരും തന്നെ അവർക്ക് കിട്ടിയ അത്രയും പൈസ മുടക്കി സാധനം വാങ്ങുമ്പോൾ അവർക്ക് ഇത് നമുക്ക് നിളങ്ങിയതും പിളുങ്ങിയതും കളർ പോയതൊക്കെ ആകുമ്പോൾ എന്തായാലും അവർ റിയാക്ട് ചെയ്യും. പക്ഷെ അവർ റിയാക്ട് ചെയ്യുന്ന പോലെ കുറ്റമായിട്ടും കാര്യമില്ല. കാരണം പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനം ആകുമ്പോൾ, കാരണം ഇത്രയും 1300 രൂപ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ദിവസം ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ജോലി അങ്ങനെ കിട്ടിയ ക്യാഷ് ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഒന്നിനും ജോലി ചെയ്യണം, അല്ലെങ്കിൽ അതായത് സംബന്ധത്തിന് ചെയ്തിട്ട് കണ്ടിട്ട് പൈസ 1300 റുപ്യൊക്കെ. 1300 റുപ്യ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് ആയിരിക്കും, പക്ഷെ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് അത് ചെറിയ എമൗണ്ട് അല്ല. അപ്പോൾ അത്രയും ഒരു എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങി ഈ സാധനം റിട്ടേൺ അല്ല ഒന്നാമത് പ്രശ്നം. അല്ലെങ്കിൽ ഒന്നിലും നിങ്ങൾ റിട്ടേൺ കൊടുക്കാനൊരു ഓപ്ഷൻ കാണണമായിരുന്നു. അപ്പോൾ ഏത് സാധനം കിട്ടുന്ന സമയത്ത് ഡാമേജോ അല്ലെങ്കിൽ കളർ ഫെയ്ഡ് അങ്ങനെ മാല ഓർണമെന്റ്സ് ആണ്, ചിലപ്പോൾ മുത്തലും പുട്ടലും മീത്തലൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ റിട്ടേൺ ചെയ്യാനൊരു ഓപ്ഷൻ കൊടുക്കണമായിരുന്നു. പക്ഷെ അത് കൊടുക്കാത്ത സ്ഥിതിക്ക് അവർക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, വീഡിയോ ചെയ്യല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവർ വീഡിയോ ചെയ്തു, അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവർ പറഞ്ഞിട്ട് ഇത്രയും വില കൂടിയ ആഭരണങ്ങളും സാധാരണ ഓർണമെന്റ്സ് അവർ ഉപയോഗിക്കാറില്ല പറയുന്നുണ്ട് അവർ. എന്നിട്ടും ഇതിൻ്റെ ഒരു ഭംഗി കൊണ്ടും ഇതിൻ്റെ ഒരു ഷൈനിങ് കൊണ്ടും അവർ വാങ്ങിയതാണ്. അപ്പം പക്ഷെ വാങ്ങിയ സമയത്ത് കൈ കിട്ടിയ സമയത്ത് ആ ഒരു ക്വാളിറ്റിയും ആ ഒരു എടുപ്പും ഒന്നും ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, അപ്പം ഇങ്ങനെ റിട്ടേൺ കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ടാക്കണമായിരുന്നു. അതില്ലാത്ത സ്ഥിതിക്ക് അവർ വീഡിയോ ചെയ്തു. അപ്പം എനിക്ക് ദിയാകൃഷ്ണനോട് പറയാനുള്ളത്, അപ്പം ഇത് സാധനം നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ കുറേ ചെയ്യുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ, എന്നിട്ട് എല്ലാ കസ്റ്റമേഴ്സിനോട് റിട്ടേൺ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം കേടാണെങ്കിലും അത് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ അതിലൊരു അർത്ഥമില്ല. അപ്പോൾ നമ്മൾ ക്യാഷ് പോകുന്ന സാധനം നമ്മൾ നല്ല ഫ്രഷ് പൈസയാണ് കൊടുക്കണം, ഡാമേജ് ഒന്നും ഇല്ലാത്ത പൈസയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം നമുക്ക് ഡാമേജ് ഇല്ലാത്ത സാധനം കിട്ടണ്ടേ? നമ്മൾ ഡാമേജിലൊരു ക്യാഷ് കൊടുക്കുക, അല്ലെങ്കിൽ കീറിയ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ. കീറിയ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് ഒരു ഡാമേജ് ലാഭം കിട്ടണമെങ്കിൽ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. ഇത് നല്ല പടക്കണ ക്യാഷ് കൊടുത്തിട്ട് ഡാമേജ് ലാഭം കിട്ടുമ്പോൾ അത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ റിട്ടേൺ കൊടുക്കാനൊരു ഓപ്ഷൻ കാണണം, ഏതെങ്കിലും ഒന്ന് കാണുമ്പോൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കാൻ തോന്നി അങ്ങനെ വന്നതാണ്. ഓക്കെ.